ജീവിതത്തിലേക്കുള്ള സക്സസ്ഫുൾ പാത്ത് എങ്ങനെയാണ് നമുക്ക് വെട്ടിപ്പിടിക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ആ ഒരു പാത്ത് നമ്മൾ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടുപിടിക്കുക. നമ്മൾ സാധാരണ പാത്ത് വേ അഥവാ ഗേറ്റ് വേ എന്നാണ് പറയാം. ഈ ഗേറ്റ് വേ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് എത്തിപ്പിടിക്കുന്ന വ്യക്തികൾ, അവരെ സംബന്ധിച്ചിടത്തോളം 10 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനെ നമ്മൾ വിഷൻ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മിഷനാണ്. നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ വിഷനിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിച്ചേരും എന്ന് പറയുന്നതാണ് നിങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അതിലേക്കുള്ള ജേർണിയിൽ നിങ്ങൾ എങ്ങനെയാണ് ആക്സിലറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അപ്ഗ്രഡേഷൻസ് ഉണ്ടാവും, അപ്ഡേഷൻസ് ഉണ്ടാവും. ഇതെല്ലാത്തിനും, അതായത് മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയരാണോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. മാത്രമല്ല, അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ 2-3 തരത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സാലറി പാക്കേജിന്റെ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം, ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷനെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് കുറവായിരിക്കാം. അത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് നിങ്ങൾ വഴിമാറി നിങ്ങളുടെ പാത്തിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം ഡോക്ടർ ആവേണ്ട ആളുടെ ഫോക്കസ് എന്ന് പറയുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഒരു എഗ്രികൾച്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആഡ് ഓൺ കോഴ്സുകൾ ഇതിനോടൊപ്പം തന്നെ ചേരാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കണം. ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുന്നത് തികച്ചും ഇന്റർ ഡിസിപ്ലിനറി ആയിരിക്കും. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സായിട്ട് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പഠിച്ച വിഷയത്തിൽ ജോലി കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യത കുറവുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. അടുത്തതായിട്ട്, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള ജോബ് ഫെസിലിറ്റീസ് യൂണിവേഴ്സൽ ആണോ, എബ്രോഡ് എനിക്ക് ഒരു ജോലി സാധ്യതയുണ്ടോ, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം തൊഴിലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സെൽഫായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വെക്കാം. ഈ ലാപ്ടോപ്പ് ഞാൻ അവർക്ക് കൊടുത്ത് സർവീസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനം പൂർണ്ണമല്ല. കാരണം എന്താ, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഉള്ള എന്താണെന്ന് പൊളിച്ചു നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്ത കാരണം എനിക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാനായിട്ട് മമ്മൂക്കോയ പറയുന്ന പോലെ പറ്റില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വഴിത്താര എന്ന് പറയുന്നത് നിങ്ങളൊരു +2 കാലഘട്ടത്തിലായിരിക്കാം. പലതരത്തിലുള്ള ഡൈവേർഷൻസിൽ നിൽക്കുന്ന ടൈം പീരീഡിൽ ഏതാണ് മികച്ചത് എന്ന് നിങ്ങളുടെ കഴിവിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതെല്ലാം പറഞ്ഞു തരുന്ന ശാസ്ത്രീയമായിട്ടുള്ള അഭിരുചി പരീക്ഷകളുണ്ട്. ഈ അഭിരുചി പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വഴിത്താര എന്താണ് എന്ന്. ആ ഒരു ഗേറ്റ് വേ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും.